പക്ഷേ ഈ പുള്ളിക്കാരൻ്റെ സ്വഭാവം വെച്ചിട്ട് കപ്പ് പോയിട്ട് കപ്പിൻ്റെ ഒരു കഷ്ണം കൂടി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ സുഹൃത്തുക്കളെ. എന്ത് മാങ്ങാത്തൊലിക്കാണ് ഈ പുള്ളിക്കാരൻ നമ്മൾ കപ്പെടുത്ത് കൊടുക്കുക? ഇയാൾ എന്താണ് അതിൻ്റെ ഉള്ളിൽ കാട്ടിയിട്ടുള്ളത്? എന്താ ഹുങ്ക എന്താ ഒരു സംഭവം അറിയില്ല, ആ സാധനം കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ വൈഫ് ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും അനീഷേട്ടന് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന്. പുള്ളിക്കാരനെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഷാനവാസിനായിട്ടും കുറച്ച് താഴെയാണ് അനീഷ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിക്റ്റഡ് ആയി പോകും. അപ്പോൾ ആ ഉള്ള വോട്ട് ഇങ്ങോട്ട് പോന്നോളൂ എന്നുള്ളൊരു ധാരണയായിട്ടുണ്ടാവും പുള്ളിക്കാരന്. പക്ഷേ പുറത്ത് നല്ല രീതിയിൽ അനീഷിന് സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ കപ്പ് എന്തായാലും ഷാനവാസിന് കിട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ ഷാനവാസ് നൈസായിട്ട് അനീഷിനെ പ്രൊവോക്ക് ചെയ്തിട്ട് അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്യുക. അനീഷിൻ്റെ കയ്യിൽ നിന്നെങ്ങാനും ഒരു അടി കിട്ടിയിട്ട് ഷാനവാസ് അനീഷിനെ പുറത്താക്കാനാണ് ഉദ്ദേശിക്കുക, ആ പുള്ളിക്കാരൻ അത് ചെയ്യത്തില്ല. ഈ ഷാനവാസ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അനീഷ് ഫേക്കാണെന്ന്. ഞാനൊന്ന് ഷാനവാസിനോട് ചോദിച്ചോടെ, അനീഷ് ഫേക്ക് ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഷാനവാസ് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ നിൽക്കില്ല. ഈ ആര്യനായിട്ട് പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് എത്രയോ വട്ടം ഈ ഷാനവാസ് ആര്യനെ തല്ലാൻ വേണ്ടിയിട്ട് കയ്യോങ്ങി ഒരു നല്ലൊരു തള്ളും തള്ളിയിട്ടുണ്ട്, ഫിസിക്കൽ അസാൾട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഈ അനീഷ് അവിടെ വന്നിട്ട് നല്ല ശക്തമായിട്ട് ഷാനവാസിനെ പിടിച്ചു മാറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും ഷാനവാസ് അനീഷിനെ തള്ളി മാറ്റാനാണ് നോക്കുന്നത്. ഇത്രയും ഒരു വേസ്റ്റ് കണ്ടസ്റ്റൻ്റാണ് ബിഗ് ബോസിലെ. ഞാൻ അങ്ങനെ അടിവരെ ഇട്ട് പറയുന്നേ. ഇയാൾക്ക് അനീഷിനെ കുറ്റം പറയാൻ എന്ത് യോഗ്യത ഉള്ളത്? അതാണ് മെയിനായിട്ട് ചോദ്യം അതാണ്. അനീഷിനെ കുറ്റം പറയാൻ എന്ത് യോഗ്യത ഉള്ളത്? ഇയാളിനെ അനീഷിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് എന്താണ് അവിടെ ഉള്ളത്? എടോ, ആ ഷോയിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ചെയ്യണം. ആ പുള്ളിക്കാരന് ഏതൊക്കെ തരത്തിൽ വേണമെങ്കിലും പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഗെയിമിൽ നല്ല രീതിയിൽ ആക്റ്റീവാണ്. ആ പുള്ളിക്കാരൻ്റെ വായിൽ നിന്ന് മോശമായിട്ടുള്ള വാക്കുകൾ പറയുന്നില്ല. അവിടെ ആരെങ്കിലും വൃത്തിയായിട്ട വർത്താനം പറഞ്ഞിട്ട് അനീഷിൻ്റെ അടുത്ത് അല്ല ബിഗ് ബോസിൻ്റെ അടുത്ത് വല്ല കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടോ? ഈ പറഞ്ഞ ഷാനവാസിൻ്റെ അടുത്ത് എത്ര വട്ടം ആ ലക്ഷ്മി കാല് പിടിച്ച് പറഞ്ഞ പോലെ പറഞ്ഞു, എന്നെ എടീന്ന് വിളിക്കരുത്, എന്നോട് കോപ്രായം കാണിക്കരുത് എന്നൊക്കെ. ഇയാൾക്ക് കുറച്ച് മനസാക്ഷിയുണ്ട്. ഇയാളുടെ കുടുംബക്കാരെ തിരിച്ചു വിളിച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് അങ്ങോട്ട് നല്ല രീതിയിൽ പൊള്ളും, കുരു അങ്ങോട്ട് പൊട്ടും. അപ്പോൾ ആൾക്ക് സഹിക്കില്ല. അയാളങ്ങോട്ട് 15 തെറി അങ്ങോട്ട് തിരിച്ചു വിളിക്കും. സത്യം പറഞ്ഞാൽ ബീപ്പടിച്ച് വയ്യാണ്ടായിട്ടുണ്ട്. അതാണ് സാബുമോൻ ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്. ബീപ്പടിച്ച് വയ്യാണ്ടായി. ഈ സാബുമോൻ പുള്ളിക്കാരൻ ബിഗ് ബോസ് മലയാളം സീസൺ 1 വിന്നറാണ്. ആ സമയത്തൊന്നും ഈ പറഞ്ഞ മാതിരി ഹോട്ട്സ്റ്റാറിൽ ലൈവും കാര്യങ്ങളൊന്നും ഇല്ല. സീസൺ 4 ഈ ലൈവൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളുകൾ മുഴുവൻ ഈ ലൈവ് ഇത് കണ്ടുകൊണ്ടിരിക്കുക. എത്രയെന്ന് വെച്ചിട്ട് ഈ കട്ട് ചെയ്യുക ഇയാളുടെ ഈ തെറിയ അനാവശ്യമില്ലാത്ത വാക്കുകളൊക്കെ. ഇപ്പോൾ ഈ ആദില, നൂറ, അനുമോള് ഇവരൊരു ഗ്യാങ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ അനീഷിനെയും ലക്ഷ്മീനെയും നൈസായിട്ട് ജയിലിൻ്റെ ഉള്ളിലേക്ക് ആക്കി. ആകെ 11 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 2 പേരെ പിടിച്ച് പുറത്താക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്യാപ്റ്റൻസി ഇതിലേക്കും ക്യാപ്റ്റൻസി നോമിനേഷനിലേക്കും ഈ പറയണ മാതിരിയുള്ള ടാസ്ക് പരിപാടിയിലേക്കൊക്കെ നൈസായിട്ട് ഒഴിവാക്കാമല്ലോ. ഇന്നലെ എത്ര ടാസ്ക് നടന്നു? ആ ബർജർ പെയിൻറ്റിൻ്റെ ടാസ്ക് ഉണ്ടായിരുന്നു. അതിൽ ഈ അനീഷിനും ലക്ഷ്മിക്കും പങ്കെടുക്കാൻ പറ്റുമോ? പറ്റിയില്ല. എന്തുകൊണ്ടാണ്? ജയിലിൽ കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും മാത്രം കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് ഷാനവാസ്. അതിലൊന്നും ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എത്രയും പെട്ടെന്ന് ഈ പുള്ളിക്കാരനെ പിടിച്ച് പുറത്താക്കണം. അതിന് മുന്നേ ഈ ആദിലേനും കൂടി പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ വളരെ ഉപകാരം. ആദില നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാളാണ്. അത് നല്ല രീതിയിൽ പറഞ്ഞാൽ നെഗറ്റീവാണ് പുള്ളിക്കാർ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആദില, നൂറ് അതിൽ ഒരാളെ എങ്ങനെയെങ്കിലും പുറത്താക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ ഒന്ന് ബെറ്റർ ആവാൻ നോക്കുമെന്ന് ചിന്ത മാത്രമേ ഉള്ളൂ. ആവാൻ സാധ്യത വളരെ കുറവ്. കാരണം ഷാനവാസിൻ്റെ ഈ ഒരു ഗ്രൂപ്പിൽ പെട്ടിട്ട് ഇറുകിയിരിക്കുകയാണല്ലോ ഇവർ. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും ചാടിയാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ഷാനവാസ് അഗ്രകണ്യനാണ്. ഷാനവാസ് ഇങ്ങനെ പണിക്കർ കബഡി നിരത്തുന്ന മാതിരി ഇങ്ങനെ രാത്രി ഇങ്ങനെ ആലോചിക്കുക എവിടെ എന്ത് ചെയ്യണം, എവിടെ എങ്ങനെ അടുത്ത ദിവസം പെരുമാറണം. എന്നിട്ട് അനീഷിനെ കുറ്റം പറയാം. അനീഷ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, അവൻ ഫേക്കാണ്, അവൻ്റെ മുഖംമൂടി ഞാൻ പുറത്ത് വലിച്ച് കീറും, എന്നാൽ ഉള്ളിൽ എനിക്കൊരു മിത്രമുണ്ട്, തനിക്കൊരു കോപ്പുമില്ല, തനിക്ക് ഈ മിത്രം പോയിട്ടൊരു മാങ്ങാ തൊലിയും അയാളോടില്ല. അയാളാണ് ശരിക്കും പറഞ്ഞാൽ തന്നെ സ്നേഹിച്ചിട്ടുള്ളത്. അയാൾ തന്നെ എവിടെയും മോശമായിട്ടുള്ള രീതിയിലൊന്നും അയാൾ സംസാരിച്ചിട്ടില്ല. മനസ്സിലാവും. താൻ അങ്ങനെയല്ല, താൻ ഇതെല്ലാം ഉള്ളിൽ വെച്ചിട്ട് താൻ പെരുമാറുന്ന ഒരാളാണ്. എനിക്ക് ഇയാളെക്കുറിച്ച് കുറേ പറയണമെന്നുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ. ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കണ്ട ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയണത്. എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ പറയണം.